ഹേ ഗായ്സ്, അപ്പോൾ ഇന്ന് പാറും ബഹളമൊന്നും ഇല്ലാണ്ട് ഞാൻ ഒറ്റയ്ക്കാണ് കേട്ടോ ഗീതുവിൻ്റെ വീട്ടിലോട്ട് പോകുന്നത്. സൺഡേ ആയതുകൊണ്ട് തന്നെ അമ്മയുണ്ട്, അപ്പോൾ അമ്മ നോക്കിക്കോളെന്ന് പറഞ്ഞു. മാത്രമല്ല അവൾക്ക് വരാൻ ഇൻട്രസ്റ്റ് ഉണ്ടായിരുന്നില്ല കേട്ടോ. അപ്പോൾ നമ്മുടെ സുന്ദരക്കുട്ടന്മാർ പുറത്തോട്ട് നോക്കി കുറയ്ക്കണം കണ്ടപ്പോൾ ഗീത ഒരു വഴക്ക് പറയാനാണ് കേട്ടോ. അപ്പോൾ ഇത് ഞാൻ അവൾക്ക് തയ്ച്ച ചുരിദാറാണ് കേട്ടോ. 3 തയ്ച്ചായിരുന്നു, 2 അവൾക്കും 1 അമ്മയ്ക്കും. അമ്മ ഇട്ട് നോക്കണ വീഡിയോ ഞാൻ എടുത്തില്ലായിരുന്നു കേട്ടോ, പക്ഷേ ഇവൾക്ക് നല്ല കറക്റ്റ് ഫിറ്റ് ആയിരുന്നു കേട്ടോ. അപ്പോൾ ഇവക്കടെ ഞാൻ എടുത്തായിരുന്നു വീഡിയോ. അവൾക്ക് വീഡിയോ എടുക്കാൻ ഇഷ്ടമാണല്ലോ, പിന്നെ അമ്മേനെ ഞാൻ പിടിച്ച് നിർത്തി വീഡിയോ ഒന്നും എടുത്തില്ല. അപ്പോൾ ഇതാണ് കേട്ടോ അവരുടെ ക്യൂട്ട് അമ്മ. ഞങ്ങൾ വീഡിയോ എടുക്കാൻ വേണ്ടി നിന്നപ്പോൾ ഇടയിലോട്ട് കയറി വന്നതുകൊണ്ട്. പിന്നെ അവരുടെ വീട്ടിൽ അർജുൻ എന്ന് പറയുന്ന പട്ടിക്കുട്ടീനെ ഇന്ന് ഡൊണേറ്റ് ചെയ്യണേ എന്നിട്ട് അപ്പോൾ അവനെ കൊണ്ടുപോകാൻ ആൾക്കാർ വന്നപ്പോൾ അവർ നല്ല കരച്ചിലും ബഹളമൊക്കെ എന്നിട്ട് അവനെ കൊണ്ടുപോകുന്ന സമയത്ത് പിന്നെ പാറില്ലാത്തതുകൊണ്ട് തന്നെ ഞങ്ങൾ സ്വസ്ഥമായിട്ടൊന്ന് കടമക്കുടിക്ക് പോകാമെന്ന് വിചാരിച്ചു. പിന്നെ പിള്ളേരെ കൊണ്ട് പോകുമ്പോൾ ഈ വക സ്ഥലത്തൊക്കെ പോകുമ്പോൾ നമുക്കൊന്ന് എൻജോയ് ചെയ്യാൻ പറ്റില്ല, കാരണം റോഡ് സൈഡുമാണ്, പുഴയുമാണ്, നമുക്ക് അവരെ നോക്കി നിൽക്കാനേ നേരമുള്ളൂ. അപ്പോൾ ഫ്രണ്ട്സൊക്കെ ആയിട്ടൊക്കെ പോകുമ്പോൾ നമുക്ക് അവരെ നോക്കി നിന്ന് നമ്മുടെ ആ ഒരു സമയം പോകുന്നല്ലാണ്ട് നമുക്ക് മടുപ്പാവുന്നല്ലാണ്ട് നമുക്ക് എൻജോയ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ പാറു വന്നതിന് ശേഷം ആദ്യമായിട്ട് ഇടയ്ക്കൊക്കെ എനിക്ക് ഇങ്ങനെ പുറത്തോട്ടൊക്കെ ഒന്ന് സ്വസ്ഥതയോടുകൂടി പോകാൻ പറ്റണത്. അപ്പോൾ അതേ നല്ല ക്രൗഡും കാര്യങ്ങളുണ്ട്. സൺഡേ ആയതുകൊണ്ട് തന്നെ അവിടെ നിന്ന് ഇവിടെ നിന്നൊക്കെ ഉണ്ട് ആൾക്കാർ വന്നെ. നമ്മുടെ പഴയ കടമക്കുടിയേ അല്ല ഇപ്പോഴത്തെ കടമക്കുടി, വല്ലാണ്ട് കടമക്കുടി മാറിയായിരുന്നു. കാരണം എല്ലാവരും സ്പെൻഡ് ചെയ്യാനായിട്ട് ഈ ഒരു സ്ഥലത്തോട്ടാണ്ട് വന്നെ, കാരണം നല്ല രസമാണ് ഇവിടെ വന്നിരിക്കാനായിട്ട്. അപ്പോൾ ഞാനും ഗീതും കല്യാണത്തിന് ശേഷം, എൻ്റെ കല്യാണത്തിന് ശേഷം ആദ്യമായിട്ടുണ്ട് ഞങ്ങൾ ഒറ്റയ്ക്ക് ഇരുന്നിട്ട് അവളുടെ പഴയ കാര്യങ്ങളും എൻ്റെ പഴയ കാര്യങ്ങളും ഓരോ കാര്യങ്ങളും ഇങ്ങനെ ഓരോന്നും വെറുത്ത് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്നു. കുറച്ച് ബജ്ജിയും വാങ്ങിച്ചായിരുന്നു കേട്ടോ. അപ്പം നല്ല രസമാണ് ഇവിടെ വന്നിരുന്ന് ഈവനിങ് സ്പെൻഡ് ചെയ്യാനായിട്ട്. തട്ടുകട ഫുഡും കിട്ടും നമുക്കിവിടെ. ഞങ്ങൾ ഷവർമ കഴിക്കാൻ പ്ലാൻ ഉണ്ടായതുകൊണ്ട് തന്നെ തട്ടുകട കയറി ഫുഡ് കഴിച്ചില്ല, ലൈറ്റായിട്ട് ബജ്ജി കഴിച്ചു. പിന്നെ അവളുടെ കുറേ കാര്യങ്ങൾ പറഞ്ഞു, എൻ്റെയും കാര്യങ്ങളൊക്കെ പറഞ്ഞു. ഞങ്ങൾ അവിടെ നിന്ന് നേരെ സ്പോട്ട് വിട്ടു. കടമക്കുടി നൈറ്റ് വന്ന് ഷവർമ കഴിക്കാമെന്ന് വിചാരിച്ചു. അവിടെ പക്ഷേ ഷവർമ ഉണ്ടായിരുന്നില്ല, ഷവർമയൊക്കെ തീർന്നു എന്നിട്ട് ആ നേരെ. പിന്നെ അവളുടെ വീട്ടിൽ വന്ന് പുട്ടും ബീഫും കൂട്ടി ചോറും